ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ 1-2 ദിവസം ഡിലേ ആയിട്ടുണ്ട് വീഡിയോ ഇടാനായിട്ട്. കുറച്ച് തിരക്കുകളായിരുന്നു, അതുകൊണ്ടാണ് ഡിലേ ആയത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. ഡെയിലി വീഡിയോ ഇടാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡെയിലി വീഡിയോ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അത് ഈ ഒരു സമയത്ത് പോസിബിൾ അല്ല. പക്ഷേ എന്നെക്കൊണ്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് രാത്രിയിലത്തെ കുറച്ചധികം വിശേഷങ്ങളാണ്. വൈകിട്ട് 7:30 തൊട്ടിട്ടാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാത്ത്, ഇതെന്താ ഇതെന്താ മോനെ? ഇതെന്നാന്ന് പറ. ഉപ്പേരിയാണോ? ആര് കൊടുത്താ? ഏതമ്മൂമ്മ? അമ്മമ്മ. അമ്മമ്മ ആർക്ക് കൊടുത്തു വിട്ട ഉപ്പേരിയാ? ചക്ക ഉപ്പേരിയാ? കാണിച്ചേ, അമ്മയൊന്ന് കാണിച്ചേ. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് നമുക്ക് ചക്കയുപ്പേരി അച്ഛനും അമ്മയും കൂടെ കൊറിയർ ചെയ്തതാണ്. അപ്പോൾ 10 ദിവസം അത് കഴിക്കാൻ വേണ്ടിയിട്ട് ധൃതി വെക്കുക. പൊട്ടിക്കാം. കൊണ്ടുവന്നാണോ? അപ്പോൾ അതാ പാത്തുവിന് കഴിക്കാൻ ചെറുതായിട്ട് വറുത്ത ഉപ്പേരി ഉണ്ട്. ഇത്തിരി കൂടെ വലുതായിട്ട് വറുത്തുണ്ട്. ഇത് അപ്പയ്ക്കും അമ്മയ്ക്കും കഴിക്കാൻ വേണ്ടിയിട്ട് വറുത്തുണ്ട്. പാത്തുവിന് ഏതാ വേണ്ടേ? ഇത് പാത്തുന്റെ. ഇത് ആണോ? തരട്ടെ അമ്മ? കഴിക്കാം. പാത്തു സൂപ്പറാണോ? ഇതെന്നെ കഴിക്കുന്നേ? ചക്ക ചിപ്സാ. എന്താ ഇത്? ചക്കയാ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായോ? അങ്ങനെ വീട്ടിൽ നിന്ന് കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്ന ചക്ക ചിപ്സ് ഇന്ന് പകലാണ് നമുക്ക് കിട്ടിയത്. ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു. പാത്തു ആണെങ്കിൽ കാർട്ടൂണൊക്കെ കണ്ടിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പോൾ അന്ന് ആ സമയത്ത് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അടുക്കളയിലോട്ട് പോയപ്പോഴത്തേക്ക് അവൾ എൻ്റെ കൂടെ വന്ന് സ്ലാബേ കയറി ഇരിപ്പുണ്ട് കേട്ടോ, ചപ്പാത്തി ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട്. ഞാനാണെങ്കിൽ ബേബിക്കോൺ ഇന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേബിക്കോൺ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് തന്തൂരി ചിക്കനും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്തൂരി ചിക്കനുള്ള മാരിനേഷനൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ ഓവനിലാണ് ഇന്ന് തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബേബിക്കോൺ ഫ്രൈയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേബിക്കോൺ എടുത്തതിന് ശേഷം നന്നായിട്ട് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ച് ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് അരിഞ്ഞെടുത്തതാണ് ഈ ബേബിക്കോൺ. അപ്പോൾ ഈ ബേബിക്കോൺ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇത് ഒരു റെസിപ്പി മാത്രമാണ്, ഞാൻ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇനിയിപ്പോൾ ബേബിക്കോൺ ഞാൻ കുറച്ചധികം വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് തിളപ്പിക്കുകയാണ് കേട്ടോ, ഒന്ന് കുക്കായി വരാനായിട്ട്. അപ്പോൾ അത് തിളപ്പിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഇതിന് വേണ്ട മസാലയൊക്കെ റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ മാവ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൊടുത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല കോട്ടിങ് വരണമെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ നിങ്ങൾക്ക് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ മുളക് പൊടി 1 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്, പിന്നെ കുരുമുളക് പൊടി 1/4 ടീസ്പൂണ്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ടത് ഇതിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് തിക്കുമായി പോകരുത്. അപ്പോൾ ബാറ്റർ റെഡിയായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ബേബി കോൺ അതിലെ വെള്ളം വാർന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ഇനി നമ്മൾ തന്തൂരി ചിക്കന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കട്ട തൈര്, അധികം പുളിയില്ലാത്ത തൈര് നോക്കിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ നാരങ്ങ നീര്, 1 ടീസ്പൂൺ ഉപ്പ്. ഇതിൻ്റെ കൂടെ തന്തൂരി മസാല, ചിക്കൻ മസാല മേടിക്കാനായിട്ട് കിട്ടും. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതില്ല. അതില്ലാത്തത് കൊണ്ട് ഞാൻ ഇത് കൂട്ടി മിക്സ് ചെയ്തെടുക്കുകയാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഒരു 500 ഗ്രാം 600 ഗ്രാം ഉണ്ടാവും. അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മൾ മസാല പുരട്ടാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മസാല പിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പീസസും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഓരോ ചിക്കൻ പീസിലും മസാല നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഞാൻ അങ്ങനെ ചിക്കൻ പീസെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി, ഒരു ടിന്നിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം നമ്മളിത് അടച്ച് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ആ ചിക്കൻ പീസസിലേക്ക് ആ ഒരു മസാല ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പം ഞാൻ OTG ഓവൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കാരണം ഈ ഓവൻ നമ്മൾ കിച്ചണിലല്ല വെക്കുന്നത്, അത്രയും സ്പേസ് പോകുന്നത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ അടിയിലായിട്ട് ഞാൻ ഫോയിൽ പേപ്പർ ഇട്ടിട്ടുണ്ട്. ചിക്കൻ്റെ ആ ഒരു വെള്ളമൊക്കെ വാർന്നിട്ട് നമ്മുടെ ഓവൻ ചീത്തയാകാതിരിക്കാനായിട്ട് ഫോയിൽ പേപ്പർ അടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ ക്ലീനിങ്ങും നമുക്ക് എളുപ്പമായിരിക്കും. ഇനി ഞാൻ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഞാൻ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രീഹീറ്റ് ആയതിനു ശേഷം ചിക്കൻ പീസസ് എല്ലാം നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. എനിക്ക് ഗ്ലൗസ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇടാതെയാണെങ്കിലും സൂക്ഷിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. കാരണം 10 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ബട്ടർ ഇങ്ങനെ തൂത്ത് കൊടുക്കണം, കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടിട്ട് മറിച്ചും തിരിച്ചും 10 മിനിറ്റ് കൂടുമ്പം വെച്ചിട്ട് ബട്ടർ തൂത്ത് കൊടുത്ത് അങ്ങനെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇവിടെ പുതിന ചട്നിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയിലയും പുതിനയും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ചട്നി റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മയണൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മയണൈസും കൂടി ആഡ് ചെയ്യാം. അപ്പം ഞാൻ മയണൈസ് ഉണ്ടാക്കിയിട്ടില്ല, പുതിന ചട്നി വെച്ചിട്ടാണ് ഞങ്ങളിന്ന് കഴിക്കുന്നത്. പിന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബേബി കോൺ ഇട്ട് കൊടുക്കുകയാണ്. അത് ഓരോന്ന് എടുത്തിട്ടിട്ട് അത് ഫ്രൈ ചെയ്യാൻ കേട്ടോ, ഇല്ലെങ്കിൽ അതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ടാണ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നത്. പിന്നെ ഈ ബേബി കോൺ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുത്തു വിടാം. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ബേബി കോൺ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. പല രീതിയിലും നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഏത് രീതിയിലാണോ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ പിള്ളേർക്ക് ബോക്സിലാക്കി കൊടുത്തു വിട്ടാൽ മതിയാകും. അങ്ങനെ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിച്ചും മറിച്ചും ഇടുന്നുണ്ട്. അപ്പം ഗ്ലൗസ് എൻ്റെ കയ്യിലുണ്ട്, അതെനിക്ക് കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ എളുപ്പത്തിൽ ഒരു 40 മിനിറ്റ് വേണ്ട, അതിനുള്ളിൽ തന്നെ നമുക്ക് കുക്കായി കിട്ടും. നമ്മുടെ ചിക്കൻ പീസസിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് കുക്കിങ്ങിൻ്റെ ടൈം വേരിയേഷൻ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ബേബി കോണും ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചിക്കനും റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പുതിന ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഈ ബേബി കോൺ ഇടയ്ക്കിടയ്ക്ക് പാത്തു വന്ന് കഴിച്ച് പകുതിയോളം തീർന്നു കേട്ടോ. പിന്നെ ഞാൻ കഴിക്കാനായിട്ട് എല്ലാം എടുത്തും ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദിനു ഓഫീസിൽ നിന്ന് വന്നിട്ട് കുളിച്ച് റെഡിയായി വന്നിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ പാത്തുവിന് അതിനിടയ്ക്ക് ഞാൻ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഉച്ചക്കത്തെ ചോറ് ഇരുന്നത്. അപ്പോൾ അവൾക്ക് ചിക്കൻ ഫ്രൈ വേണ്ടെന്ന് പറഞ്ഞു. ബേബി കോൺ അവൾ കഴിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. കഴിച്ചതിന് ശേഷം വേണം ബാക്കി ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ ചെയ്യാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. അപ്പോൾ പുതിന ചട്നിയും കൂട്ടി നമ്മൾ കഴിക്കുകയാണ്. ഇനിയിപ്പം അതിന് ശേഷം ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം.
കുട്ടിക്കാലം മുതലേ പലരും അഭിമുഖീകരിച്ചിട്ടുള്ള ഒന്നാവും മറ്റൊരാളുമായി ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് താരതമ്യപ്പെടുത്തുക എന്നത്. ഇത്തരം കമ്പാരിസൺ ഒരുപാട് ജീവിതങ്ങളെ നശിപ്പിക്കാൻ വരെ കാരണമാകുന്നു. നീ അവളെ കണ്ടുപഠിക്ക്, അല്ലെങ്കിൽ അവനെ കണ്ടുപഠിക്ക്, നിന്നേക്കാൾ നന്നായി അവർ ചെയ്യുന്നല്ലോ തുടങ്ങിയ പലതരം കമ്പാരിസൺ നമുക്കിടയിൽ നടക്കുന്നുണ്ട്. മറ്റൊരാളുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാവുകയും പറയുന്നവരോടും ആരുമായാണോ നമ്മളെ താരതമ്യപ്പെടുത്തുന്നത് അവരുമായും അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഇഷ്ടക്കേട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഉപദേശങ്ങൾ നമുക്ക് നല്ലതിനു വേണ്ടി തന്നെയാണ്, പക്ഷെ താരതമ്യപ്പെടുത്തൽ നമുക്കെപ്പോഴും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല. ആർക്കും മറ്റൊരാളെ പോലെ ആവാനായിട്ട് സാധിക്കില്ല. നമ്മുടെ കഴിവുകളായിരിക്കില്ല മറ്റൊരാളുടെ കഴിവുകൾ. അതേപോലെ സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. നമ്മുടെ കഴിവുകളെ വളർത്തിയെടുത്ത് നമ്മൾ നമ്മളായി ജീവിക്കുക, അതാണ് മറ്റൊരാളിൽ നിന്നും നമ്മളെ വ്യത്യസ്തനാക്കുന്നതും. എന്നാൽ നമ്മൾ നമ്മുടെ കഴിവുകളെ കണ്ടെത്താതെ മറ്റൊരാളെ അനുകരിച്ച് അയാളുടെ വഴികളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല. മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങൾ നമുക്ക് സ്വീകരിക്കാം, കൂട്ടത്തിൽ നമ്മുടെ വ്യക്തിത്വം വളർത്തിയെടുക്കുകയും ചെയ്യണം. കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കമ്പാരിസൺ കേൾക്കേണ്ടി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പേരൻസിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും ഒക്കെ ആയിട്ട് നമ്മളായിട്ട് ആരെയും കമ്പയർ ചെയ്ത് വിഷമിപ്പിക്കുന്നത് ഒരിക്കലും ഒരു നല്ല ശീലമല്ല. നമ്മളെ ആരെങ്കിലും കമ്പാരിസൺ നടത്തിയാൽ അതിന് ചെവി കൊടുക്കാതെ ജീവിത വിജയം നേടി കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല. നമ്മുടെ ലൈഫ് ഹാപ്പിയാണോ എന്ന് മാത്രം ചിന്തിക്കുക. ഒരു വീട്ടിൽ 3 മക്കളുണ്ടെങ്കിൽ 3 പേരും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളും കഴിവുകളും ഉള്ളവരായിരിക്കും. ആ വ്യത്യസ്തതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെല്ലാം ഉപരി നല്ലൊരു മനുഷ്യനായിട്ട് ജീവിച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിഷയം ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കിടക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം. ഉറങ്ങാൻ പോവാണോ? എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞേ? കമന്റ് ലൈക്ക്